തിരക്കിട്ട് ജോലികൾ ചെയ്യുകയാണ് സീത. കൂടെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് ലല്ലുമോളുമുണ്ട്. ഹോസ്പിറ്റൽ അവർ പോവാനിറങ്ങിയത് തന്നെ അല്പം വൈകിയത് കൊണ്ട് വരാനും വൈകുമെന്ന സംശയമുണ്ട്. ചെയ്യാൻ ബാക്കിയുള്ള ജോലികൾ ചെയ്തു തീർത്താൽ അവർ വന്നയുടനെ ശ്രീനിലയത്തിലേക്ക് പോവാനാണ് തീരുമാനം. ഒരുവിധപ്പെട്ട ജോലികളെല്ലാം പാർവതി തന്നെ ചെയ്തിരുന്നു. ചായ കുടിച്ച ഇത്തിരി പാത്രങ്ങൾ കഴുകി വെക്കുന്നതിനിടെ ഫോൺ അടിക്കുന്നത് കേട്ടു. ഏതോ പ്രണയഗാനത്തിൻ്റെ ഈരടികളാണ്. അതും കണ്ണൻ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. വീട്ടിലൊരു ഫോൺ അത്യാവശ്യമാണെന്ന് തോന്നിയ സമയത്താണ് കടയിൽ നിന്നും ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്നത്. മനസ്സുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെയും അപ്പോഴും ആഡംബരമാണെന്നുള്ള ചിന്തയോ അതോ ചെറുപ്പം മുതൽ വളർന്നു വന്ന ചുറ്റുപാടുകളിലെ അരക്ഷിതാവസ്ഥയോ എന്തോ അങ്ങനെയുള്ള യാതൊന്നിനോടും ഒരു മമതയുമില്ലായിരുന്നു. അതിന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യഘട്ടത്തിൽ ഉപകാരപ്പെടുന്നൊരു വസ്തു എന്നതിൽ കവിഞ്ഞൊരു പ്രാധാന്യം ഫോണിന് കൊടുക്കണമെന്ന് തോന്നിയിട്ടുമില്ല. ചിറ്റേ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും ലല്ലുമോള് തൊട്ട് വിളിച്ചു. അടുക്കളയിലെ മേശയിൽ കിടന്നൊരു തോർത്തെടുത്തിട്ട് കൈ തുടച്ചുകൊണ്ട് സീത ഫോണെടുക്കാൻ അകത്തേക്ക് നടന്നു. ഒരു പ്രാവശ്യം മുഴുവനും പാടി തീർന്നിട്ടും തിരിഞ്ഞു നോക്കാതെ യാതൊരു പരിഭവവും കാണിക്കാതെ വീണ്ടും അത് മനോഹരമായി പാടി വിളിക്കുന്നു. കണ്ണൻ കോളിംഗ്. പേരിനൊപ്പം തന്നെ അവൻ്റെ ആളെ മയക്കുന്ന ചിരിയുമുണ്ട്. നിമിഷങ്ങൾ കൊണ്ട് ശരീരം മൊത്തം മഞ്ഞിൽ പൊതിഞ്ഞൊരു ഫീലിംഗ് തോന്നി സീതയ്ക്ക്. അരികിലെവിടെയോ ഇരുന്നിട്ട് അതേ കള്ളച്ചിരിയോടെ അതവനാണ് മൂളുന്നതെന്ന് തോന്നി അവൾക്ക്. സീതാലക്ഷ്മിക്ക് വേണ്ടി മാത്രം. വീണ്ടും ആ ഗാനം നിലയ്ക്കും മുന്നേ സീത വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അത് അറ്റൻഡ് ചെയ്തിട്ട് ചെവിയോട് ചേർത്ത് വെച്ചു. സീതാലക്ഷ്മി, നീ എന്തേ വരാത്തെ? ഫോർമാലിറ്റികളൊന്നുമില്ല. ചോദ്യമാവട്ടെ നേരെ അങ്ങ് ഇടിച്ചു കയറി ചെല്ലുന്നത് ഹൃദയത്തിലേക്കും. ഏയ്, എന്താടോ മിണ്ടാത്തെ? സീതയാവട്ടെ ഒരക്ഷരം മിണ്ടുന്നില്ല. ആരെങ്കിലും ഒരാൾ ഒന്ന് പറഞ്ഞാൽ തിരിച്ച് 4 പറയാതെ ഇരിപ്പുറക്കാത്ത പഴയൊരു സീതാലക്ഷ്മി അവൾക്കുള്ളിലിരുന്ന് വീർപ്പ് മുട്ടി. എനിക്കറിയാം നീ എന്നെ കേൾക്കുന്നുണ്ടെന്ന്. കള്ളിയെപ്പോലെ നീ ഒന്നും മിണ്ടാതെ നിൽപ്പാണെന്നും അറിയാം. എത്ര പെട്ടെന്നാണ് കണ്ണൻ്റെ വാക്കുകൾക്ക് പ്രണയത്തിൻ്റെ ഗന്ധം പടർന്നത്. സീത അതിശയത്തോടെ ഓർത്തു. നീ ഉത്തരം പറയാതെ ഞാനും വെച്ചിട്ട് പോവില്ലെൻ്റെ സീതേ. ഉത്തരം കിട്ടും വരെ ഞാൻ വിളിക്കും. ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. ആ ചിരിയുടെ അലകളെ വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. ഹലോ. പതിയെ അവന് വേണ്ടി പറയുമ്പോൾ മറുവശം മൗനമായിരുന്നു. ഹലോ. ഒരിക്കൽ കൂടി സീത വിളിച്ചു നോക്കി. ഇല്ല, യാതൊരു അനക്കവുമില്ല. കട്ടായി പോയോ ഇനി? അവൾ ആ ഫോൺ ചെവിയിൽ നിന്നെടുത്ത് നോക്കി. ഇല്ല, ആള് അപ്പുറത്ത് തന്നെയുണ്ടെന്ന് കാണിച്ച് ഫോൺ തൻ്റെ നിരപരാധിത്വം വെളിവാക്കി. കണ്ണേട്ടാ, എന്താ മിണ്ടാതെ നിൽക്കുന്നേ? കേൾക്കാൻ കഴിയുന്നില്ലേ? ഒടുവിൽ സഹിക്കെട്ട് സീത വീണ്ടും പറഞ്ഞു നോക്കി. പതിഞ്ഞൊരു ചിരി കേൾക്കുന്നുണ്ട്. സീതയുടെ മുഖം പരിഭവം കൊണ്ട് വീർത്തു. ഇപ്പോൾ മനസ്സിലായോടി കള്ളി, വിളിച്ചിട്ട് മിണ്ടാതെ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്? കണ്ണൻ്റെ ചോദ്യം. പരിഭവം മാറിയിട്ട് അവളിലൊരു ചിരി വിരിഞ്ഞു. രണ്ടുപേരും പിന്നൊന്നും പറയാതെ നിന്നുപോയി. വരുന്നില്ലേന്ന്? കണ്ണനാണ് മൗനം മുറിച്ചത്. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ എത്തിയില്ലേ? ഞാൻ പോയിട്ടില്ല. ചേച്ചിയും മജുവും കൂടിയാണ് പോയിട്ടുള്ളത്. ഓട്ടോയിലല്ലേ? അല്ല, ഹരി വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ. സർപ്രൈസായിട്ടാണ് എത്തിയത്. ഒടുവിൽ അവനൊപ്പമാണ് പോയത്. അത് പറയുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു തിടുക്കമുള്ളതുപോലെ തോന്നി കണ്ണന്. വാക്കുകൾക്ക് സന്തോഷത്തിൻ്റെ നനവ്. അവൻ ഇപ്പോഴല്ലേ വന്നിട്ട് പോയത്? അറിയാതെ തന്നെ കണ്ണൻ്റെ നാവിൻ തുമ്പിൽ ആ ചോദ്യം വന്നു. അതെ, എന്തെങ്കിലും കാര്യമുണ്ടാകും. അല്ലെങ്കിൽ ഹരി അങ്ങനെയൊന്നും ലീവ് എടുക്കാറില്ല കണ്ണേട്ടാ. സീത പക്ഷേ ഭാവമാറ്റമില്ലാതെയാണ് ഉത്തരം പറഞ്ഞത്. ഇനി എപ്പോഴാ സീതാലക്ഷ്മി നീ വരുന്നത്? വീണ്ടും അവൻ്റെ ശബ്ദത്തിന് പ്രണയത്തിൻ്റെ തണുപ്പ് തോന്നി അവൾക്ക്. അവളെ ആകെ കുളിരണിയിക്കാൻ പാകത്തിനുള്ള തണുപ്പ്. ഏയ് മിണ്ടടോ, എപ്പോഴാ? ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായി. വീണ്ടും അവൻ തട്ടി വിളിക്കും പോലെ. ഞാൻ വരും. എന്തോ അവനോടത് പറയുമ്പോൾ അവളുടെ ഹൃദയം അങ്ങേയറ്റം സന്തോഷത്തിലാണ്. നീ വരുന്നതും കാത്ത് ഞാൻ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അവൻ്റെ ആ ചോദ്യം. സന്തോഷമില്ലാതെ മറ്റെന്താണ് തോന്നേണ്ടത്? കാത്തിരിക്കാനും ഹൃദയം നിറയെ സ്നേഹമുണ്ടെന്നും അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ പറയാൻ ഒരാളുണ്ടാകുക എന്നത് അത്ര ചെറിയ കാര്യമില്ലെന്ന് അവൾക്കറിയാം. പ്രത്യേകിച്ചും സീതാലക്ഷ്മിക്കത് ഒരിക്കലും വില കുറച്ച് കാണാനുമാവില്ല. ആത്മനിന്ദയുടെ നീറ്റലിൽ വെന്തുരുകി നടന്ന എത്രയോ ദിവസങ്ങളിൽ വെറുതെ കൊതിച്ചു പോയിട്ടുണ്ട്.
ഒത്തിരി പരിഗണനയോടെ ആരെങ്കിലും ഒരാൾ ചേർത്ത് പിടിച്ചെങ്കിലെന്ന്, ഹൃദയം നിറയ്ക്കുന്നൊരു ചിരിയോടെ വെറുതെയൊന്ന് നോക്കിയിരുന്നുവെങ്കിലെന്ന്. ചില മനുഷ്യർ മുറിവുകളാകുമ്പോൾ മറ്റു ചിലർ തീർച്ചയായും മരുന്നുകളാണ്. ഇവിടെ ഒരാളിതാ തിരിച്ചങ്ങോട്ട് സ്നേഹമില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കൂടി സീതാലക്ഷ്മിയെ കാത്തിരിക്കുന്നു. ശുദ്ധമായ സ്നേഹത്തോടെ, യാതൊന്നും നേടാനില്ലാതെ, ഒരു ഉപാധികളുമില്ലാതെ. ഏയ്, ഇനിയും മിണ്ടാതെ നിൽക്കാനാണ് ഭാവമെങ്കിൽ സത്യമായിട്ടും ഞാൻ അങ്ങോട്ടേക്ക് വരും കേട്ടോ സീതാലക്ഷ്മി. കണ്ണൻ്റെ സ്വരമാണ് വീണ്ടും സീതയുടെ ഓർമ്മകളിൽ നിന്നും വലിച്ചു പുറത്തേക്കിട്ടത്. കണ്ണേട്ടൻ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ കണ്ണേട്ടൻ പറയുന്നില്ലിപ്പോൾ. പരിഭവമാണ് ആ വാക്കുകൾക്ക്. കാണാതെ തന്നെ കണ്ണൻ്റെ ഭാവങ്ങൾ സീതയുടെ ചുണ്ടിൽ ചിരിയായി വിരിഞ്ഞിരുന്നു. കാതോർത്ത് നിന്നിട്ടും അവൻ മിണ്ടുന്നില്ല. എന്നാലോ ഫോൺ കട്ട് ചെയ്തു പോകുന്നുമില്ല, കുഞ്ഞു പിള്ളേരെ പോലെ. കണ്ണൻ പിണക്കാണോ? ഞാൻ വരും, അവരെത്തിയ ഉടനെ തന്നെ. ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ കൊണ്ടുപോരാൻ? പിണക്കം മറന്നതുപോലെ വീണ്ടും കണ്ണൻ്റെ ആർദ്രമായ ചോദ്യം. വേണ്ട, സീത പെട്ടെന്ന് തന്നെ വെപ്രാളത്തോടെ പറഞ്ഞു. ഇനി അതോർത്ത് ടെൻഷനാവേണ്ട, ഞാൻ വരുന്നില്ല. എൻ്റെ സീതാലക്ഷ്മിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാനും ചെയ്യുന്നില്ല. വീണ്ടും കാതിനെ കുളിരണിയിച്ചു കൊണ്ടവൻ്റെ സ്നേഹം തഴുകി തലോടി. വെച്ചോട്ടെ? ഒത്തിരി നേരത്തെ മൗനത്തിന് ശേഷം സീത ചോദിച്ചു. വെക്കണോ? കുറുമ്പാണ് ആ സ്വരത്തിൽ. അവളൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് വായോ. പിന്നെ ഒന്നും പറയാതെ അവനാ ഫോൺ വെച്ച് പോയിട്ടും സീത ആ നിൽപ്പ് തുടർന്നു. നിറഞ്ഞ ചിരിയോടെ ഫോൺ ഓഫ് ചെയ്ത് തിരിഞ്ഞ കണ്ണന് മുന്നിലേക്ക് കൂർത്ത നോട്ടത്തോടെ മിഥുൻ കയറി നിന്നു. പിടിക്കപ്പെട്ടു എന്നൊരു ഭാവമാണ് കണ്ണൻ്റെ മുഖം നിറയെ. അപ്പോൾ മണിമണിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞോ മോനെ കിരൺ വർമ്മേ? എന്ന് തുടങ്ങി എവിടെ വരെ എത്തി? മിഥുൻ കണ്ണനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അല്ലടാ, അത് പിന്നെ. കണ്ണൻ നെറ്റി തടവി. മിഥുൻ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി. റിമിയോട് നീ എന്തുത്തരം പറയും കണ്ണാ? ഒട്ടും പ്രതീക്ഷിക്കാത്ത മിഥുൻ്റെ ചോദ്യം. മിഥുൻ്റെ സ്വരത്തിലെ ടെൻഷൻ കണ്ണനും നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഞാൻ കെട്ടിക്കോളാമെന്ന് റിമി മരിയയ്ക്ക് കിരൺ വർമ്മ വാക്ക് കൊടുത്തിട്ടില്ലല്ലോ മിത്തു. തീർത്തും നിസ്സാരമായി കണ്ണനത് പറഞ്ഞിട്ടും മിത്തുവിൻ്റെ മുഖം തെളിഞ്ഞിട്ടില്ല. അവളെ നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കണ്ണാ. നീ ആരെയാണ് സ്നേഹിക്കുന്നതെന്നോ ഇത്രമേൽ കാത്തിരിക്കുന്നതെന്നോ എനിക്കറിയില്ല. പക്ഷേ അവളുണ്ടല്ലോ, നീ ഇപ്പോൾ പറഞ്ഞ റിമി മരിയ. നീ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് അവളുടെ ചിന്തകൾ. നിന്നെ കാണാതെ നിന്നിലേക്ക് വന്നു ചേരാൻ അവൾ ഈ കഴിഞ്ഞു പോയ 2 ദിവസം അവൾ കാണിച്ചു കൂട്ടിയതോർത്താൽ ഒരിക്കലും നീ റിമി എന്ന ചാപ്റ്റർ സിമ്പിളായിട്ട് വായിച്ചു പോവരുത്. അത് അപകടമാണ്. അതുവരെയും ഉണ്ടായിരുന്ന ശാന്തമായ ഭാവമായിരുന്നില്ല അത് പറയുമ്പോൾ മിഥുന്. അങ്ങേയറ്റം ഗൗരവം പൂണ്ട അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണൻ്റെ നെറ്റി ചുളിഞ്ഞു. റിമിയുടെ വാശിയെക്കുറിച്ചും ദേഷ്യത്തെക്കുറിച്ചും അവൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ അവളെടുക്കുന്ന എഫേർട്ടിനെക്കുറിച്ചും ചിലതെല്ലാം അറിയാം. എന്നല്ലാതെ റിമിയെക്കുറിച്ച് കൂടുതലൊന്നും ചികഞ്ഞ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇതുവരെയും വന്നിട്ടില്ല. പോരാത്തതിന് മകൾ എന്തു ചെയ്താലും അതിനെ രൂപക്കൂട്ടിൽ ചേർത്ത് വയ്ക്കാൻ മാത്രം പവിത്രതയുള്ളതാക്കി അവളെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നൊരു ഡാഡിയും മമ്മിയും. നീ ടെൻഷനാവാൻ വേണ്ടിയല്ലടാ. നിന്റെ സ്നേഹം എത്രത്തോളം ഡീപ്പ് ലെവലിൽ എത്തിയെന്ന് ഈ ഫോൺ കോളിൽ കൂടി എനിക്ക് മനസ്സിലായി. നിന്റെ അശ്രദ്ധ കൊണ്ട് ആ സ്നേഹവും അത് നൽകുന്ന ആളെയും നിനക്കൊരിക്കലും നഷ്ടപ്പെടരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിന്നോട് പറഞ്ഞത്. കണ്ണൻ്റെ നിൽപ്പ് കണ്ടിട്ടാവണം മിഥുൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. റിമിയുടെ ഈ വരവ് വെറുമൊരു ദർശനം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മിഥുൻ്റെ ആ വെളിപ്പെടുത്തലിന് മുന്നിൽ കണ്ണൻ തീർത്തും പകച്ചു പോയിരുന്നു. ബാക്കിയുള്ള ജോലികളും ധൃതിയിൽ ചെയ്തു തീർക്കുമ്പോൾ അതുവരെയും ഇല്ലായിരുന്ന ഉത്സാഹം സീതയിൽ നിറഞ്ഞു നിന്നിരുന്നു. എത്ര ശാസിച്ചിട്ടും അവിടെ ശ്രീനിലയത്തിൽ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞവൻ്റെ അരികിലേക്ക് ഓടിയെത്താൻ വല്ലാതെ തിടുക്കം കാണിക്കുന്നുണ്ട് മനസ്സ്. കുളിയെല്ലാം കഴിഞ്ഞ് അവരെ കാണാഞ്ഞ ലല്ലുമോളെയും കൂട്ടി സീത മുൻവശത്തേക്ക് ചെന്നു. അവളെയും കൂട്ടി തിണ്ണയിൽ കാത്തിരുന്നു. വൈകുന്ന ഓരോ നിമിഷവും ഹൃദയം പരിഭവം കൊണ്ട് പിടയുന്നുണ്ടോ? ഞാൻ കാത്തിരിപ്പാണ്, പെട്ടെന്ന് ഓടിവായു എന്നവൻ കാതോരം വന്ന് പറയുമ്പോൾ സീതാലക്ഷ്മി അവന് വേണ്ടി മാത്രം നാണം പൂക്കുന്ന വാഗമരം പോലെ ചുവന്നു തുടുത്തു. ലല്ലുമോളുടെ കുഞ്ഞു കുഞ്ഞു സംസാരങ്ങളിൽ പോലും മനസ്സുറയ്ക്കാതെ അവനരികിലാണ് ഹൃദയം. പ്രണയം ഒരാളെ ഇത്രമേൽ ക്ഷമയില്ലാതാക്കുമോ എന്നവൾ താനേ ഇരുന്ന് പിറുപിറുത്തു.
ബാഗിൽ നിന്നും ഫോണെടുത്ത് ഹരിയെ വിളിക്കുമ്പോൾ മനസ്സും മുഖവും കള്ളത്തരം മറച്ചു പിടിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് സീതാലക്ഷ്മി മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു.